ക്ലോത്തിങ് ബിസിനസ്സൊക്കെ സ്റ്റോപ്പാക്കി ഗാർഡൻ പണിക്ക് ഇറങ്ങിയോ എന്നാരും വിചാരിക്കേണ്ട. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അന്ന് തുടങ്ങി പനി പിടിച്ച് കിടപ്പിലായതാണ്. നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ക്ലോത്തിങ് ബിസിനസ് റിലേറ്റഡ് പുതിയ പ്രൊഡക്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ വീടിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാറ്. എൻ്റെ വർക്ക് പ്ലേസും നമ്മുടെ വീട് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് പ്രൊഡക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പം എനിക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഔട്ട് സൈഡാണ്. കാരണം നല്ല സൺലൈറ്റ് ആയിരിക്കും. പിന്നെ വീട്ടിലകത്ത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്താകുമ്പോൾ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തൊരു ഡേ ആണ്. അപ്പോൾ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും ഈ ഏരിയയൊക്കെ ആകെ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ അതൊന്ന് റെഡിയാക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ടർക്കിഷ് അറബിക് ഗൗൺസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നന്നായിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ഓൺ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 3500 റേഞ്ചിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഡിസൈനർ പാർട്ടി വെയർ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. എടുക്കുന്ന ടൈമിൽ എന്തായാലും നമ്മൾ വീഡിയോസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ലുക്ക് ഇതൊക്കെയാണ് നമ്മൾ പുറത്ത് വീഡിയോസൊക്കെ എടുക്കാറുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാം. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണുമ്പോൾ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല ഒരുപാട് എൻക്വയറീസ് ഇൻസ്റ്റാ ആൻഡ് യൂട്യൂബ് വഴി നമുക്ക് ക്ലോത്തിങ് ബിസിനസ് റിലേറ്റഡ് ഡൗട്ട്സ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കുമായിട്ട് കുറേ ആൻസേഴ്സും എനിക്കിന്ന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ചെടികളെല്ലാം മാറ്റിയിട്ട് ആദ്യം അവിടെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യുകയാണ്. എന്നിട്ട് ചെറിയൊരു ഗ്രീൻ നമ്മൾ ഗ്രാസ് ഉണ്ടായിരുന്നു, ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വേസ്റ്റ് പോർഷനായിരുന്നു. അത് ഞാനൊന്നുകൂടി വെച്ചിട്ട് കുറച്ച് നല്ല ചെടികൾ എടുത്ത് അങ്ങോട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് പെട്ടെന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഏരിയ സെറ്റ് ചെയ്യുന്നു. അത്രയും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, കുറേ ചെടികളുണ്ട്. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാനും അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടും എന്താ പറയുക, എങ്ങനെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഇവിടെ ഇങ്ങനെ ചെയ്യാമെന്നുള്ള സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അപ്കമിങ് വീഡിയോസിലൊക്കെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഗ്രാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഒരുപാട് പേര് എനിക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് ഒരുപാട് കമൻസിൽ ഞാൻ കണ്ടിട്ടു. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ, അത് ഭയങ്കര പെർഫെക്ഷൻ അല്ല, എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും കുഴപ്പമില്ല. ഏത് ഐറ്റമാണോ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ട് തുടങ്ങുക, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആവുക. അതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് വരും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കൂടുതലും ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിന് എങ്ങനെയാണ് കിട്ടുക, അവരുടെ സാലറി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെയാണ്. അപ്പോൾ സാലറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പെർ ഡേ 1100 സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് വരുന്നത്. പിന്നെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ 1500 വരെയും പെർ ഡേ വരുന്നുണ്ട്. മാത്രമല്ല അവർക്ക് റൂം, ഗ്യാസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സാലറി വൈസ് അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ റൺ ചെയ്യുന്ന ബൊട്ടീക്കിൻ്റെ ഏരിയയിൽ നമുക്ക് സ്റ്റിച്ചിങ് കോസ്റ്റ് അത്രയുണ്ടോ, നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, ഓർഡേഴ്സ് നമുക്ക് അധികം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിനെ വെക്കാൻ പറ്റുള്ളൂ. അവർക്ക് വീക്ക്ലിയാണ് സാലറി കൊടുക്കേണ്ടത്, മന്ത്ലി അല്ല. എല്ലാ സാറ്റർഡേയ്സും അവർക്ക് സാലറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അത്രയും ഓർഡേഴ്സ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഓർഡേഴ്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇവരെ വെച്ചാൽ ആ ഒരു ഷോപ്പ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു ഭാഗം മാത്രം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയുള്ളൂ കേട്ടോ. ChatGPT ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ റിനോവേഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ബട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തേക്കാണ്. ഈ ഒരു ചെടി വെച്ചിട്ട് നമ്മൾ ഗ്രാസും വെച്ചൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നാളെ നമ്മളിതിൻ്റെ ഫൈനൽ വീഡിയോ, അതായത് നമ്മുടെ അറബിക് ഗൗൺ അപ്കമിങ് വരാനിരിക്കുന്ന ടർക്കിഷ് ഗൗണിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പം ഈ ഭാഗങ്ങൾ വെച്ചിട്ടായിരിക്കും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതുപോലുള്ള എൻ്റെ കുട്ടി ക്ലോത്തിങ് ബിസിനസ് റിലേറ്റഡ് സ്റ്റോറീസ്, എൻ്റെ ഇഷ്ടങ്ങളായിട്ടുള്ള ട്രാവലിംഗ്, ഇതുപോലെ കുട്ടി കുട്ടി മേക്ക് ഓവേഴ്സ്, ഗാർഡനിങ്, നമ്മളെ റൂം മേക്ക് ഓവർ, ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും. നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഈ ഒരു ഏരിയ ആണ് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ നമുക്കൊരു റിനോവേഷൻ ഈ ഒരു ഏരിയയ്ക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.